ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ഓം ശ്രീ ത്രിപുരസുന്ദര്യേ നമഃ. സൗന്ദര്യലഹരി സ്തോത്രം. മംഗളാചരണം. സൗന്ദര്യലഹരീ കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവർയായ യതിരാജായ തേ നമഃ. ഓം ശ്രീ മഹാദേവ്യേ നമഃ. നമ്മൾ 9ാമത്തെ ശ്ലോകം വരെ കണ്ടു. 9ാമത്തെ ശ്ലോകത്തിൽ ഭഗവതിയെപ്പറ്റി പറഞ്ഞത് സഹസ്രദള കമലത്തിൽ വിഭജന പ്രദേശത്ത്, അതായത് വിജനത്തിൽ ഭർത്താവായ പരമശിവനോട് കൂടി വിഹരിക്കുന്നു എന്ന് കണ്ടു. അത് കഴിഞ്ഞ് 10ാമത്തെ ശ്ലോകമാണ്. സുധാധാരാസാരേ ചരണയുഗളാന്തർവിഗളിതൈഃ പ്രപഞ്ചം സിഞ്ചന്തി പുനരഭിരസാപ്നായ മഹസഃ അവാപ്യ സ്വാം ഭൂമി ഭുജഗനിഭമധ്യുഷ്ടവലയം സമാത്മാനം കൃത്വാ സ്വപിഷി കുലകുണ്ഠേ കുഹരിണി. ഇന്നുമാകും ശ്രീദേവി അമ്മയെ കുടിയിരുത്തി. ഹരിയോം. പദച്ഛേദം ചെയ്യാം. സുധാധാരാസാരൈഃ ചരണയുഗളാന്തർ വിഗളിതൈഃ പ്രപഞ്ചം സിഞ്ചന്തി പുനഃ അപി രസാപ്നായ മഹസഃ അവാപ്യ സ്വാം ഭൂമിം ഭുജഗനിഭമധ്യുഷ്ടവലയം സമാത്മാനം കൃത്വാ സ്വപിഷി കുലകുണ്ഠേ കുഹരിണി. പദ അർത്ഥം പറയാം. ചരണയുഗളാന്തർ വിഗളിതൈ പാദാരവിന്ദങ്ങളുടെ അന്തർഭാഗങ്ങളിൽ നിന്നൊഴുകുന്നവയായ സുധാധാരാസാരേഹി അമൃതധാരാപ്രവാഹങ്ങളാൽ പ്രപഞ്ചം ധ്യാനിക്കുന്ന ഉപാസകൻ്റെ, ഭഗവതിയെ ധ്യാനിക്കുന്ന ഉണ്ടല്ലോ ഓരോ ഉപാസകന്മാർ, അവർ ഭാഗ്യവന്മാരാണെന്നും പറഞ്ഞു. ധ്യാനിക്കുന്ന ഉപാസകൻ്റെ ദേഹാന്തർഭാഗത്തിലുള്ള 72,000 നാഡികളുടെ സമൂഹത്തെ സിഞ്ചന്തി നനയ്ക്കുന്നവളായ ത്വം കുണ്ടലിനി ശക്തി സ്വരൂപിണിയായ നിന്തിരുവടി രസാംനായ മഹസഹ സകാശാത് അമൃത ആധിക്യത്തോടു കൂടിയ ചന്ദ്രമണ്ഡലത്തിൻ്റെ ശിരസിലുള്ള സഹസ്രദള പത്മത്തിൽ ശ്രീചക്ര ബിന്ദുരൂപമായി വർത്തിക്കുന്ന ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് സ്വാം ഭൂമി തൻ്റെ അധിവാസസ്ഥാനമായ ഭൂമിതത്വത്തിലേക്ക് മൂലാധാര ചക്രത്തെ പുനഃ വീണ്ടും അവാപ്യ പ്രാപിച്ചിട്ട് ഭുജഗനിഭം സർപ്പസദൃശമായ ഭുജഗൻ സർപ്പം അധ്യഷ്ടവലയം 3 ചുറ്റായിട്ടുള്ള മണ്ഡലാകാരത്തോടു കൂടിയതും ആയി സ്വം ആത്മാനം തൻ്റെ രൂപത്തെ കൃത്വ ചെയ്തിട്ട് കുഹരിണി സുഷുമ്നരന്ധ്രത്തോടു കൂടിയ കുലകുണ്ഠേ മൂലാധാര ചക്രത്തിൽ സ്വപിഷി നിന്തിരുവടി ഉറങ്ങുന്നു എന്ന് പറയുന്നു. സാരം. അല്ലയോ ഭഗവതി, നിന്തിരുവടിയുടെ ചരണാരവിന്ദ മധ്യത്തിൽ നിന്നൊഴുകുന്നവയായ അമൃതധാരാ പ്രവാഹങ്ങളാൽ ഉപാസകൻ്റെ ദേഹാന്തർഭാഗത്തിലുള്ള 72,000 നാഡികളുടെ സമൂഹത്തെയും നനച്ചിട്ട് നിന്തിരുവടി അമൃതാധിക്യമായ കാന്തിയോട് കൂടിയതും സഹസ്രദള കമലത്തിൽ ശ്രീചക്രരൂപമായി സ്ഥിതി ചെയ്യുന്നതുമായ ചന്ദ്രമണ്ഡലത്തിൽ നിന്ന്
തിരികെ തൻ്റെ ആവാസസ്ഥാനമായ മൂലാധാര ചക്രത്തെ പിന്നെയും പ്രാപിച്ചിട്ട് 3.5 ചുറ്റോടു കൂടിയ മണ്ഡലാകൃതിയിൽ ഉള്ള സർപ്പത്തിന് സദൃശമായ രൂപത്തെ ധരിച്ചിട്ട് മധ്യത്തിൽ സുഷുമ്നാരന്ധ്രത്തോടു കൂടിയതും മൂലാധാര ചക്രത്തിൽ ഉള്ളതുമായ മൂലകന്ധത്തിൽ ഉറങ്ങുന്നു എന്ന് പറയുന്നു. സഹസ്രാര പത്മത്തിൽ നമ്മുടെ 6 ആധാരങ്ങളെയും ഭേദിച്ചിട്ട് സഹസ്രാര പത്മത്തിൽ പോയിട്ട് ഭർത്താവായ പരമശിവനുമായി ക്രീഡിച്ചിട്ട് വീണ്ടും തിരിച്ച് താഴോട്ടേക്ക് വന്നിട്ട് മൂലാധാരത്തിൽ വന്ന് 3.5 ചുറ്റുള്ള സർപ്പാകൃതിയായിട്ട് ഉറങ്ങുകയാണ് എന്ന് പറയുന്നു. ഇവിടെ സാധകൻ, അതായത് ഉപാസിക്കുന്ന സാധകനെ പത്മാസനസ്ഥിതനായിട്ട് ഗുദദ്വാരത്തെ അടച്ചു പിടിച്ചിട്ട് വായുവിനെ ഊർധ്വഗതിയാക്കി ചെയ്തിട്ട് കുംഭകത്തിൽ ശ്രദ്ധ വെച്ചുകൊണ്ട് ഇരിക്കണം. പൂരകം, കുംഭകം, രേചകം എന്ന് നമ്മൾ യോഗയിൽ പഠിക്കുന്നതാണ്. അപ്പോൾ കുംഭകത്തിൽ ശ്രദ്ധ വെച്ചുകൊണ്ട് ഇരിക്കണം എന്ന് പറയുന്നു. ഈ സഹസ്രദള പത്മത്തെ ചന്ദ്രമണ്ഡലമായിട്ടും പറയും. അത് ഇവിടെ പറയുന്നത് വായുവിൻ്റെ ആഘാതം നിമിത്തം സ്വാധിഷ്ഠാനസ്ഥിതമായ അഗ്നി ജ്വലിച്ചു തുടങ്ങും. മുകളോട്ട് പോകുമ്പോൾ മൂലാധാരം, മണിപൂരകം, സ്വാധിഷ്ഠാനം, അനാഹതം എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അവിടെയെല്ലാം ഓരോ തത്വങ്ങളാണല്ലോ. വായുവിൻ്റെ ആഘാതം നിമിത്തം സ്വാധിഷ്ഠാനസ്ഥിതമായ അഗ്നി ജ്വലിച്ചു തുടങ്ങും. അപ്പോൾ വായുവിൻ്റെയും അഗ്നിയുടെയും ആഘാതത്താൽ സർപ്പരൂപിണിയായ കുണ്ടലിനി ശക്തി നിദ്രയിൽ നിന്നുണർന്നതായിത്തീരും. ഉണർന്നതിന് ശേഷം ആ കുണ്ടലിനി ശക്തി രുദ്രഗ്രന്ഥിയെ ഭേദിക്കുന്നു. അവിടെ നിന്നും പിന്നെ വിഷ്ണുഗ്രന്ഥിയെ ഭേദിക്കുന്നു. അനന്തരം ബ്രഹ്മഗ്രന്ഥിയെയും ഭേദിച്ച് 6 ആധാര കലകളെയും ഭേദിച്ച് അതിനുശേഷം ആ കുണ്ടലിനി ശക്തി പരമശിവനോട് ചേർന്ന് മോദിക്കുന്നു. ആ അവസ്ഥയാകുന്നു പരമോത്കൃഷ്ടയായിട്ടുള്ളതെന്നറിയേണ്ടതാകുന്നു. അതുതന്നെയാണ് നിർവൃതി കാരണമായിട്ടുള്ളതും എന്ന് പറയുന്നു. ഹരിയോ ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി അദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ഓം സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമഃ. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.